നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ പുള്ളിക്കാർ ഇവിടുത്തെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണം എന്ന് പുള്ളിയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചിരി കണ്ടോ നൈസായിട്ട് സംഭവം ഉള്ളത് പറയാലോ. ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയാണ്. ആ കുറുക്ക, നീ കുറുക്കൻ്റെ കണ്ണുമല്ലോ നോക്കണത്. ഇതാണോടാ മോനെ, നമ്മുടെ നടരാജനല്ലേ ഇരിക്കുന്നത്? നിങ്ങളിത് കണ്ടു? ഇഷ്ടമായില്ല. നല്ല ക്രിസ്പി. ഗൈസ്, നമ്മളിപ്പോൾ ഫയർ മ്യൂസിയം, ഫയർ ടെമ്പിൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാം എന്ന പ്ലാനിൽ അങ്ങോട്ട് പോകണം. ലഞ്ച് കഴിച്ചിട്ട് ഉള്ളിലോട്ട് പോവാം. ഇവിടെ നമുക്കിപ്പോൾ ഒരു കോമ്പോട്ട് എടുത്ത് നമ്മുടെ ഫയർ ടെമ്പിൾ ഫയർ മ്യൂസിയം കൂടെ ഒരുമിച്ചുള്ള ഒരു 15 മന്നത്ത് പെർ ഹെഡ് വരും. ഇവിടുത്തെ ലോക്കൽ അസർബൈജാൻ ഫുഡും ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. ലോക്കൽ ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാലോ. So what's your name, sir? Your name? Saban. Yes. Your drink? No, just Orange juice. no juice, just water. Water same rate ആണ്. Water small bottle. ഞങ്ങളുടെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധനം ഇപ്പോൾ വരും. 2 mix. I am cancel. For me mix. 1, 2, 3, 4, 5. Yeah, That will be good. that's good. That's good. Yeah. What about you? You need? I am staff of family. ഫുഡ് നമ്മൾ കഴിക്കാൻ വിളിച്ചു. അപ്പോൾ പുള്ളിക്ക് ആക്ച്വലി ഇവിടുത്തെ സെറ്റപ്പിൽ ഈ മ്യൂസിക് പുള്ളിക്കാരന് സെറ്റ് ആവണ്ട. ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ പുള്ളിക്കാർ ഇവിടുത്തെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യണം എന്ന് പുള്ളിയോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കുറേ നമുക്ക് പറഞ്ഞിട്ട് ഓർഡറൊക്കെ കൊടുത്ത് പോയിട്ടുണ്ട്. പുള്ളിക്കാരനെ കൂടെ നമ്മൾ ക്ഷണിച്ചു. പക്ഷേ പുള്ളിക്കാരനടുത്ത് മ്യൂസിക് സെറ്റ് ആവുന്നില്ല. അപ്പോൾ പുള്ളി അപ്പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഒരു പാവം മനുഷ്യനാണല്ലോ. നമ്മൾ കുറേ നിർബന്ധിച്ചു. പക്ഷേ പുള്ളിക്ക് മ്യൂസിക് പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർബന്ധിച്ചില്ല. പുള്ളി പുറത്തേക്ക് പോയി. ഇപ്പോൾ തന്നെ ഫുഡ് വരട്ടെ. എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. കുഴപ്പമില്ലാത്ത റേറ്റാണ്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ സംഭവം ഉള്ളത് പറയാലോ. ഇവിടുത്തെ പിള്ളേരൊക്കെ അടിപൊളിയാണ്. അടിപൊളി ഇൻ ദ സെൻസ് സൂപ്പറാണ്. നല്ല ഭംഗിയാണ് എല്ലാ പിള്ളേരെ കാണാനും. നമ്മളിപ്പോൾ നമ്മുടെ ഓർഡർ എടുക്കാൻ വന്നൊരു കുട്ടിയെ തന്നെ കാണാൻ എന്ത് രസമാണെന്നറിയാം. എന്നെ കാണിച്ചു തരാം. പറ്റുകയാണെങ്കിൽ കുറച്ച് പിള്ളേരൊക്കെ കാണിച്ചു തരാം. രണ്ട് കോഴിക്കോട്ടന്മാർ നിങ്ങൾ വാർത്ത കാണിച്ചു തരാം. നോക്കിക്കോ. അച്ചിരി കണ്ടോ നൈസായിട്ട് പെണ്ണുങ്ങളെ വായി നോക്കുന്നതാണ്. എല്ലാം അടിപൊളിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞതാ ഇപ്പോൾ പറഞ്ഞെടുത്ത്. അതെ, അതെ, നമ്മൾ അറിയാണ്ട് നോക്കിപ്പോവും പിള്ളേരെ. അങ്ങനെ ഫുഡ് വരട്ടെ. ഫുഡ് വന്നിട്ട് നമുക്ക് ബാക്കി പോയി തുടങ്ങാം. ആ കുറുക്ക, നീ കുറുക്കൻ്റെ കണ്ണുമല്ലോ നോക്കണത്. അങ്ങനെ ഗൈസ്, പാട്ടും കഴിഞ്ഞു, നമ്മുടെ ഫുഡും കഴിച്ചു കഴിഞ്ഞു. അത്യാവശ്യം ഇവിടുത്തെ ഐറ്റംസിനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കനും മട്ടനും പിന്നെ ബീഫും എല്ലാം അത്യാവശ്യം ഹെവി ആയിരുന്നു. സാഡായിട്ട്. പക്ഷേ നമ്മൾ പിന്നെ ഒരു ഇന്ത്യൻ ഡിഷ് ഒരു സാധനം നമ്മൾ പറഞ്ഞു. അത് മാത്രമേ നമ്മൾ ഫിനിഷ് ചെയ്യാതെ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ചെറിയൊരു എന്താ പറയുക, പഴയ ചോറിൻ്റെ ഒരു ടേസ്റ്റ് പോലുള്ള സംഭവം. അവരങ്ങനെ ഉണ്ടാക്കുന്നതാണ് സാധനം. സാഫ്രോണൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഐറ്റമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ട് നമ്മൾ ചോറ് അധികം കഴിച്ചില്ല. നമ്മളിത് ഇപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലെയിം ടെമ്പിൾ. ഓക്കെ, ഫ്ലെയിം ടെമ്പിൾ കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം മ്യൂസിയത്തിലേക്ക് പോകണം. ഇതിനകത്ത് നമുക്ക് ഈ മറ്റേ നമ്മുടെ മഡ് വോൾക്കാനോയിൽ പോയപ്പോൾ കണ്ട ഇതില്ലേ, ആ ഒരു ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്, അതിൻ്റെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ എന്തോ ഫ്ലെയിമൊക്കെ കത്തിച്ചിട്ടുള്ള പരിപാടിയാണ്. ഫുൾ ടൈം കത്തി കിടക്കും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സെറ്റിലേക്ക് വന്നവരുണ്ടല്ലേ.
കൈപ്പന്തവും കല്ലുകൊണ്ടുള്ള കാസിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ലാംഗ്വേജിലാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. സംഭവം ഇത് എത്രയോ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ പറയണം. നമുക്കൊരു വൈറലാവണം അത്രയതി. ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തിച്ചിങ്ങനെ ഒഴിച്ചിട്ട് ആള് വേദന പോ. സൈഡിൽ നിന്നാ അതെ. നമുക്കിനി ഇവിടെ ഒരു ടെമ്പിൾ ടൂർ നടത്താം. ഈ ഫ്ലെയിംസ് എല്ലാം അടിയിൽ നിന്ന് വരുന്ന കേട്ടോ, അടിയിൽ നിന്ന് വരുന്ന ആ ഒരു അയ്യോ ഇത് ഇവിടുത്തെ പ്രിസൺ ആണോടാ? ടെമ്പിൾ എന്ന് പറയുന്നത് അവർ ഫയർ ടെമ്പിൾ എന്നല്ലേ പറയണേ? ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ പ്രിസണേഴ്സ്. ആ ഗ്യാസില്ലേ, ഗ്യാസ് കളക്ട് ഇതുപോലെ ട്യൂബ് എന്താ വെച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ മേലെ കല്ല് തൂക്കിയിട്ടാണ് ഈ കത്തിക്കുന്നത്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഫയർ ടെമ്പിൾ. നമ്മുടെ ഈ പുറകെ കാണുന്നുണ്ടോ, ഇതാണ് ഫയർ ടെമ്പിൾ. ഇവിടെ അവിടെ എല്ലാ കോർണറിലും കണ്ടോ ഇതുപോലെ ഫ്ലെയിംസ് ഉണ്ട്. ഇതൊന്നും ഇവർ വേറെ ഒന്നും യൂസ് ചെയ്ത് കത്തിക്കുന്നതല്ല, ഇവിടുത്തെ പ്രകൃതിവാതകങ്ങൾ യൂസ് ചെയ്ത് നാച്ചുറലായിട്ട് ഭൂമിയിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ച് കത്തിക്കുന്നത്. അത് ഫുൾ ടൈം ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് കത്തിക്കൊണ്ടിരിക്കുന്ന പറയണത്. നമ്മുടെ ഇനി ഇത് കഴിഞ്ഞ് ഒരു സ്പോട്ട് കൂടെ ഉണ്ട്, ഒരു ബേണിംഗ് മൗണ്ടെയിൻ. ഇതേ സംഭവം തന്നെ, ഇതേ സയൻസ് ഉപയോഗിച്ച് നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല, അത് കാണാൻ വേണ്ടി പോകണം. അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിയും. ഇതൊക്കെ ഒരു ചില്ലുകൂട് വെച്ച് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ കുറെ കുഴികളാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് യുദ്ധം നടത്താനായിട്ട് കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചോട്ടോ അവല്. നോ ഐഡിയ ഗൈസ്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലതുകൊണ്ടാണ്. മോനെ നമ്മുടെ നടരാജനല്ലേ ഇരിക്കുന്നത്, നിങ്ങളിത് കണ്ടു? അങ്ങനെ നമ്മുടെ അസർബൈജാനിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ നടരാജ വിഗ്രഹത്തിന് നല്ല രസമായിട്ട് ലൈറ്റിംഗ് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? ആ നടരാജനല്ലേ അത്? നടരാജൻ അപ്പം നമുക്ക് ഇവിടെ വിടാം. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഹലോ, ഇതാണ് ഗൈസ് നമ്മുടെ യനാർദാഗ് എന്ന് പറയുന്ന നമ്മുടെ ഫയർ മൗണ്ടെയിൻ. ആക്ച്വലി നമ്മൾ എടുത്തു വെച്ച കുറേ വീഡിയോ നമ്മുടെ അറിയാണ്ട് ഡിലീറ്റ് ആയിപ്പോയി. സോ ഇതൊക്കെ ഞങ്ങൾ കയ്യിൽ അവശേഷിച്ച കുറച്ച് വീഡിയോസ് വെച്ച് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ പോയി ഇത് ഈ കാണുന്നുണ്ടോ, ഇത് ആക്ച്വലി ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നതല്ല ഗൈസ്. ഇത് ഈ മൗണ്ടെയിൻ്റെ താഴെ ആക്ച്വലി ഈ നമ്മൾ നേരത്തെ കണ്ട നാച്ചുറൽ ഗ്യാസിൻ്റെ ഇതുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ അടുത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. വൈകുന്നേരം നല്ല തണുത്ത കാറ്റടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയി നിന്നാൽ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് സംഭവം ഒരു രസമാണ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ അടുത്തോട്ട് പോകാനൊന്നും അവർ അധികം അലവ് ചെയ്യത്തില്ല. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ താഴെ നിറയെ കോയിൻസൊക്കെ കൊണ്ടിടുന്നുണ്ട്. സംതിങ് എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കൊണ്ടിടുന്നതാണ്. നിറയെ താഴെ ഒരുപാട് കോയിൻസ് കിടപ്പുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ മൗണ്ടൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഫുൾ ഡേ ആൻഡ് ഫുൾ ടൈം. രാത്രി ഇത് കാണാൻ നല്ല രസമാണ്. ഓക്കെ ഗൈസ്, നമ്മളത് ഒരു നൈറ്റ് റൂമൊക്കെ എത്തി, ടൂറൊക്കെ കഴിഞ്ഞ് റൂമെത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ മേടിച്ച് കഴിക്കുന്നത്, ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇറങ്ങിയത് കേട്ടോ. പുറത്തേക്ക് ആണ് നമുക്ക് കിട്ടിയ മെനു. ഈ മെനു നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഗൈസ്. അവസാനം ഞങ്ങൾ അവരെ വിളിച്ച് ഞങ്ങൾ വേറെ ഇംഗ്ലീഷ് മെനു ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അത് മാത്രം നമുക്ക് കിട്ടിയത് കുറച്ച് ഫോട്ടോസൊക്കെ ആണ്. അങ്ങനെ അവരെ നിങ്ങൾ വിളിച്ചു. അവന്മാർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, അവന്മാരെ ഭാഷ ഞങ്ങൾക്കും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ച് ഞങ്ങളൊരു പ്ലേറ്റ് ഷവർമയും പിന്നെ പേരറിയാത്ത വേറൊരു സാധനം കൂടെ അവർ പറഞ്ഞു. അത് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തിട്ട് എനിക്ക് അതിന് വരുമ്പോൾ അറിയാം എന്താണ് ഓർഡർ ചെയ്തെന്നുള്ള കാര്യം. ഗൈസ്, ഓർഡർ ചെയ്ത് എന്തൊക്കെ ബ്രെഡും മീൻകറിയും വന്നിട്ടുണ്ട്. നോർമൽ പരിപ്പറിയും മിൻറ്റും.
എക്സാക്ട്ലി ശരിക്കും പരിപ്പറി തന്നെ പരിപ്പറി മിന്റ് ആ. സൂട്ടാവില്ല അല്ലേ ഇഷ്ടായില്ല പരിപ്പറി എനിക്ക് ഇഷ്ടം തന്നെ പക്ഷെ മിന്റ് അങ്ങോട്ട് സെറ്റ് ആവണ്ട എന്തേ മുളകാണോ അടിച്ചേ മുളക് അടിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കേട്ടോ അവരാദ്യം കുറച്ച് ബ്രെഡ് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇതിനകത്തൊരു ബ്രെഡ് ഉണ്ട് പിന്നെ അതിലുള്ളത് ഐറാൻ മേഴ്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഈ ഐറാൻ എന്ന് പറഞ്ഞ സാധനം ഇവരാദ്യം ഒരു എന്താ പറയുക ഒരു സംഭാരത്തിൻ്റെ ഒരു സാധനം കൊണ്ട് ഇതാണ് അവർ പറഞ്ഞ ഐറാൻ ആണോ അപ്പോൾ ഇതവർ ഫില്ല് ചെയ്തോണ്ടിരിക്കും കേട്ടോ ഇതാണ് ഇവിടുത്തെ ഷവർമ കേട്ടോ അസർബൈജാനിലെ ഷവർമ കാണുന്നത് കണ്ടോളൂ ഇതാണ് ഇവിടുത്തെ ഷവർമ കൊള്ളാം യ്യോ, നല്ല ക്രിസ്പി അല്ലേ നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ ഇതും കഴിയും ഒരു മുളകും ഒരു സാധനം സൂപ്പർ സാധനം കേട്ടോ ഇത് കൊള്ളാം ഈ ഷവർമ നമ്മുടെ നാട്ടിൽ വരണം കേട്ടോ ഷവർമ എന്നാ പറഞ്ഞേ ചിക്കൻ ഷവർമ